നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ ഇനിയൊരു തെറ്റ് ചെയ്യുകയും ഇറാന്റെ പരമാധികാരം ലംഘിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ 10,000 രക്തസാക്ഷികളായി, ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. സയനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നു എന്നതടക്കമുള്ള ആരോപണ ശരങ്ങളാണ് ഇസ്രായേലിന് നേരെ അദ്ദേഹം ചൊരിഞ്ഞത്. അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ സന്ദർശനം, അതിനിടയിലാണ് ഇസ്രായേലിന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശനം ഈ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതായത് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇറാൻ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇപ്പോൾ ഇവരുടെ അദ്ദേഹത്തിന്റെ ഇറാൻ സന്ദർശനം, അതിന് പിന്നാലെ പാകിസ്ഥാന്റെ ചില നടപടികൾ, ഇതിൽ അമേരിക്ക അസ്വസ്ഥമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് അമേരിക്ക പാകിസ്ഥാന് നൽകാൻ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം. ഉപരോധ സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ നൽകി. പല തീവ്രവാദ സംഘടനകൾക്കും നേരിട്ട് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമേൽ അമേരിക്ക പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്തതിനു പിന്നാലെ ചൈനയിൽ നിന്നും ബെലാറസിൽ നിന്നുമുള്ള ചില സ്ഥാപനങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയതായും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഇറാൻ പ്രസിഡന്റ് ഇസ്രായേലിന് നൽകിയ ഒരു മുന്നറിയിപ്പും ഏറെ ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ഇനിയൊരു തെറ്റ് ചെയ്താൽ, ഇറാന്റെ പരമാധികാരം ലംഘിച്ചാൽ സ്ഥിതി വ്യത്യസ്തമാകും, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രത്തിൽ ബാക്കിയുണ്ടാകില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഗാസയിൽ 10,000 രക്തസാക്ഷിത്വത്തിനും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സയനിസ്റ്റ് കുറ്റകൃത്യങ്ങൾക്ക് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണ നൽകുകയാണ് എന്നൊരു ആരോപണവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകരായ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും തങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജെറുസലേമിനെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല, മാനവികതയുടെ ലോകത്തിനും പ്രധാന പ്രശ്നമാണ്. ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിലൂടെ അൽ ഖുദൂസിനെയും ഫലസ്തീൻ രാഷ്ട്രത്തെയും മോചിപ്പിക്കുമെന്നും ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണച്ചതിന്റെ പേരിൽ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്നത് നാം കണ്ടുവെന്നും ഇതിന് പിന്നിലെ യുക്തി എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തെളിവാണോ ഇതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം. എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും UN ചാർട്ടറും ലംഘിച്ചാണ് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ കുറ്റകൃത്യം നടത്തിയത്. ഇതിന് ഇറാനിയൻ ജനത തക്കതായ ശിക്ഷ നൽകി. ഇറാനിന് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ കാര്യങ്ങളെ മൊത്തം മാറിമറിയും. സയനിസ്റ്റ് രാജ്യത്തിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല എന്നും റൈസി പറഞ്ഞു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.